ദ്രോണർ. ഭരദ്വാജ മഹർഷിയുടെ പുത്രനായിരുന്നു ദ്രോണർ. കുടം എന്നർത്ഥം വരുന്ന ദ്രോണത്തിൽ പിറന്നതിനാലാണ് ആ കുഞ്ഞിന് ദ്രോണർ എന്ന പേരു ലഭിച്ചത്. പാഞ്ചാല രാജാവായ പൃഷദൻ ഭരദ്വാജ മഹർഷിയുടെ ഉറ്റമിത്രമായിരുന്നു. ഒരു ദിവസം അദ്ദേഹം മകനുമായി ആശ്രമത്തിലെത്തി. ദ്രോണർ മിടുക്കനാണ്. എൻ്റെ പുത്രൻ ദ്രുപദന് ഇവൻ പറ്റിയ ചങ്ങാതിയായിരിക്കും. അവിടത്തെ ഇഷ്ടം. ദ്രുപദൻ ദ്രോണർക്കൊപ്പം ആശ്രമത്തിൽ വിദ്യ അഭ്യസിക്കാൻ ആരംഭിച്ചു. അതിബുദ്ധിമാനായ ദ്രോണർ വേഗത്തിൽ വേദങ്ങളും വേദാന്തങ്ങളും ഹൃദിസ്ഥമാക്കി. ദ്രോണ, എനിക്കും നിന്നെ പോലെ ബുദ്ധിയുണ്ടായിരുന്നെങ്കിൽ. പക്ഷേ ശക്തിയിൽ നീ തന്നെ മുന്നിൽ. ഒരു ദിവസം ഭരദ്വാജൻ ദ്രോണരെ അടുക്കൽ വിളിച്ചു. മകനെ, ഇനി നീ ആയുധവിദ്യ വശമാക്കണം. മകനെ, അതിനായി അഗ്നിവേശ മഹർഷിയുടെ അടുക്കൽ പോകണം. ദ്രുപദനും എന്നോടൊപ്പം ഉണ്ടാകുമോ? അക്കാര്യം പൃഷദ മഹാരാജാവിനോട് ചോദിച്ചു നോക്കാം. ഭരദ്വാജ മഹർഷി പൃഷദനെ സമീപിച്ചു. അഗ്നിവേശ മഹർഷിയുടെ ശിഷ്യനാകുക ഭാഗ്യമല്ലേ? ദ്രുപദനെ അയക്കാൻ എനിക്ക് സന്തോഷമേയുള്ളൂ. ദ്രോണർക്കും ദ്രുപദനും ഗുരുകുലത്തിലേക്ക് പോകാൻ സമയമായി. പോയി വിദ്യ അഭ്യസിച്ചു വരൂ കുട്ടികളെ. മംഗളം ഭവന്തു. എന്തൊരു വനം! സൂക്ഷിക്കണേ ദ്രുപദ. അഗ്നിവേശ മഹർഷിയുടെ ആശ്രമത്തിൽ ദ്രോണരും ദ്രുപദനും കുറേ വർഷങ്ങൾ കഴിച്ചുകൂട്ടി. അവരുടെ ചങ്ങാത്തവും വളർന്നുകൊണ്ടിരുന്നു. ദ്രോണ, തുണികൾ അലക്കുമ്പോൾ നീ ആ ശ്ലോകങ്ങളൊന്നു ചൊല്ലിക്കേൾപ്പിക്കൂ. പഠിക്കാമല്ലോ. അതിനെന്താ ദ്രുപദ, ഇതാ കേട്ടുകൊള്ളൂ. ഈശാവാസ്യമിതം. വർഷങ്ങൾ കടന്നുപോയതറിഞ്ഞില്ല. പഠനം പൂർത്തിയാക്കിയ ആ യുവാക്കൾ വീട്ടിലേക്കു മടങ്ങാൻ തയ്യാറായി. ദ്രോണ, അച്ഛൻ്റെ കാലശേഷം ഞാൻ രാജാവാകുമ്പോൾ നിനക്കെന്നോടൊപ്പം കൊട്ടാരത്തിൽ കഴിയാം. ഞാൻ എന്നും നിന്നെ ഓർക്കും. ഒപ്പം ഈ വാഗ്ദാനവും. കുറച്ചുനാൾ കഴിഞ്ഞ് പൃഷദ രാജാവ് നാടു നീങ്ങി. ദ്രുപദൻ പാഞ്ചാല രാജാവായി. ഏറെ താമസിയാതെ ഭരദ്വാജ മഹർഷിയും മരിച്ചു. ആശ്രമത്തിൽ ദ്രോണർ തനിച്ചായി. ഞാനൊരു വിവാഹം കഴിച്ച് പുത്രന്മാരുമൊക്കെയായി കഴിയണമെന്നായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം. കൃപാചാര്യരുടെ സഹോദരിയായ കൃപിയെ ദ്രോണർ വിവാഹം കഴിച്ചു. ബുദ്ധിമതിയും ഈശ്വരഭക്തയുമായിരുന്നു കൃപി. അവർക്കൊരു പുത്രൻ ജനിച്ചു. ആ അവസരത്തിൽ ഒരശരീരി കേട്ടു. ആ കുഞ്ഞിനെ അശ്വത്ഥാമാവ് എന്ന് വിളിക്കൂ. അശ്വത്ഥാമാവ് മിടുക്കനായി വളർന്നു. വാത്സല്യമതിയായ ആ പിതാവ് തനിക്കേറെ പ്രിയപ്പെട്ട ആയുധവിദ്യ പോലും മറന്ന് മകനോടൊപ്പം സമയം ചെലവഴിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം പരശുരാമ മഹർഷി സമ്പത്തുകളെല്ലാം ബ്രാഹ്മണർക്കു ദാനം ചെയ്യുകയാണത്രേ. ഇതു കേട്ടപാടെ ദ്രോണർ പരശുരാമ മഹർഷിയുടെ അടുത്തേക്കോടി. മഹാത്മാവേ, അവിടുന്ന് ദാനം ചെയ്യുന്നെന്നറിഞ്ഞു വന്നതാണു ഞാൻ. വൈകിപ്പോയല്ലോ. ഇനി എൻ്റെ കയ്യിൽ ഈ ശരീരവും എൻ്റെ ആയുധങ്ങളുമല്ലാതെ മറ്റൊന്നും ബാക്കിയില്ല. വേഗം പറയൂ, നിനക്കേതു വേണം? എനിക്ക് അങ്ങയുടെ ആയുധങ്ങളും അവ പ്രയോഗിക്കാനാവശ്യമായ മന്ത്രങ്ങളും മതി. ഇതാ, എടുത്തുകൊള്ളൂ. പരശുരാമൻ നൽകിയ ആയുധങ്ങൾ കൂടിയായപ്പോൾ ആയുധവിദ്യയിൽ ദ്രോണർ അജയ്യനായി. പരശുരാമ മഹർഷിയുടെ സമ്പത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലഭിച്ചത് എനിക്കാണ്. അദ്ദേഹം വീട്ടിലെത്തിയപ്പോൾ, കൃപി, അശ്വത്ഥാമ, ഞാൻ തിരിച്ചെത്തി. അശ്വത്ഥാമാവ് തൻ്റെ കൂട്ടുകാരുമൊത്ത് കളിക്കുകയായിരുന്നു. നീ എന്താണീ കുടിക്കുന്നത്? പാല്. എനിക്കും കൂടി കുറച്ചു തരൂ. ഈ ഭിക്ഷാംദേഹിയുടെ മകന് പാല് കുടിക്കണം പോലും. അവർ കുറച്ച് അരിമാവ് കലക്കി അശ്വത്ഥാമാവിന് കുടിക്കാൻ കൊടുത്തു. പാലാണെന്നു കരുതി അവൻ അത് സന്തോഷത്തോടെ വാങ്ങി കുടിച്ചു. ഹായ്, ഞാനും പാല് കുടിച്ചേ. ആ ദ്രോണർക്കു നാണമില്ലല്ലോ. പാലാണെന്നു കരുതി അയാളുടെ മകൻ കുടിച്ചതെന്താണെന്നു കണ്ടില്ലേ?
ദ്രോണർക്ക് ഈ അപമാനം താങ്ങാനായില്ല. ദ്രുപദനെ ചെന്നു കാണുക തന്നെ. എനിക്കു കിട്ടിയ പുതിയ സമ്പത്തുകൾ ദ്രുപദനുമായി പങ്കിടുകയുമാവാം. അങ്ങനെ അവർ ദ്രുപദ രാജധാനിയിലേക്ക് പുറപ്പെട്ടു. കൃപി ദ്രുപദന്റെ കൊട്ടാരത്തിലെത്തിയാൽ പിന്നെ അശ്വത്ഥാമാവിന് ഇഷ്ടം പോലെ പാൽ കുടിക്കാം. ദ്രുപദൻ എന്നെ സ്വന്തം സഹോദരനെ പോലെയാണ് കരുതിയിരിക്കുന്നത്. ദ്രുപദ, ഇതാ ഞാൻ വന്നു. പ്രിയമിത്രമേ, അന്നെന്നോട് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടോ? എന്ത്? വെറുമൊരു ദരിദ്ര ബ്രാഹ്മണൻ എന്നെ മിത്രമെന്നോ? നല്ല കഥ. ഏതു വാഗ്ദാനത്തിന്റെ കാര്യമാണ് പറയുന്നത്? വേണമെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം തരാം, എന്നിട്ട് സ്ഥലം വിട്ടുകൊള്ളണം. കോപവും അപമാനവും മൂലം ദ്രോണർ അടിമുടി വിറച്ചുപോയി. ദ്രുപദ, ഞാൻ ഈ അപമാനത്തിനു പകരം ചോദിക്കുക തന്നെ ചെയ്യും. യഥാർത്ഥ സൗഹൃദം എന്താണെന്ന് അന്നു ഞാൻ നിനക്കു കാട്ടിത്തരും. അപമാനിതനായ ദ്രോണർ കൊട്ടാരത്തിൽ നിന്ന് മടങ്ങി. കരയരുത് കൃപി, കരയരുത്. നമുക്ക് കൃപരുടെ അടുത്തേക്ക് പോകാം. പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരുവായി ഹസ്തിനപുരത്തിലെ കൊട്ടാരത്തിൽ കഴിയുകയായിരുന്നു കൃപർ. അദ്ദേഹം അവരെ സ്വീകരിച്ചു. ഒരപേക്ഷയുണ്ട്. ചില പ്രത്യേക കാരണങ്ങളാൽ ആയുധവിദ്യയിൽ എനിക്കുള്ള പ്രാവീണ്യം ഇപ്പോൾ ആരും അറിയരുത്. ശരി, അങ്ങനെയാകട്ടെ. ഒരു ദിവസം കൗരവകുമാരന്മാർ നഗരത്തിനു പുറത്തുള്ള ഗ്രാമത്തിലെ മൈതാനത്ത് പന്തു കളിക്കാനെത്തി. കഷ്ടം, പന്തു കിണറ്റിൽ പോയല്ലോ. പന്ത് എനിക്ക് കാണാം, പക്ഷേ കിണറിനു നല്ല ആഴമുണ്ട്. ആ സമയം ദ്രോണർ അവിടെ എത്തി. വലിയ വില്ലാളി വീരന്മാരാണത്രേ. എന്നിട്ട് പന്തു പോയതും നോക്കി നിൽക്കുന്നതു കണ്ടില്ലേ? ഈ പുൽക്കൊടികളുടെ സഹായത്തോടെ ആ പന്തു പുറത്തു കൊണ്ടുവരുന്നത് കണ്ടോളൂ. ഒന്നിനു പിന്നാലെ ഒന്നായി പുൽക്കൊടികൾ എയ്തു തറപ്പിച്ച് ദ്രോണർ ആ പന്തു പുറത്തെടുത്തു. അത്ഭുതത്തോടെ കുമാരന്മാർ അദ്ദേഹത്തെ വന്ദിച്ചു. ഗുരോ, അങ്ങേക്കു പ്രണാമം. പറയൂ, അങ്ങ് ആരാണ്? നിങ്ങൾ കണ്ടതെല്ലാം ഭീഷ്മ പിതാമഹനോട് പോയി പറയണം. ഈ ചോദ്യത്തിനുത്തരം അദ്ദേഹം തരും. കൗരവകുമാരന്മാർ ഈ വാർത്തയും കൊണ്ട് ഭീഷ്മരുടെ അടുത്തെത്തി. അത് ദ്രോണരല്ലാതെ മറ്റാരുമല്ല. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അദ്ദേഹത്തെക്കാൾ ശ്രേഷ്ഠനായൊരു ഗുരുവിനെ നിങ്ങൾക്ക് കിട്ടാനില്ല. ദ്രോണരെ കാണാനായി ഭീഷ്മർ തന്നെ നേരിട്ടു ചെന്നു. അങ്ങയുടെ വരവിനാൽ ഞങ്ങൾ ബഹുമാനിതരായി. അങ്ങ് കൊട്ടാരത്തിലേക്ക് വന്നാലും. കൊട്ടാരത്തിൽ. പറയൂ, പെട്ടെന്നുള്ള ഈ വരവിൻ്റെ ഉദ്ദേശമെന്താണ്? ഞാനെല്ലാം പറയാം. ദ്രോണർ തൻ്റെ കഥ അദ്ദേഹത്തെ പറഞ്ഞു കേൾപ്പിച്ചു. എന്നിട്ട്, എന്നെ അപമാനിച്ചതിനു പകരം ചോദിക്കാൻ പോന്ന സമർത്ഥരായ ശിഷ്യന്മാരെ തേടി വന്നതാണു ഞാൻ. എങ്കിൽ വന്നത് ശരിയായ സ്ഥലത്തു തന്നെ. എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ചെറിയ മാളിക ഭീഷ്മർ ദ്രോണർക്കു താമസിക്കാനായി കൊടുത്തു. അങ്ങേക്കും കുടുംബത്തിനും രാജകീയ സുഖത്തോടെ ഇവിടെ കഴിയാം. പിന്നീട് ഭീഷ്മർ തൻ്റെ പേരക്കുട്ടികളെയും കൂട്ടി ദ്രോണരുടെ അടുക്കലെത്തി. ഈ കുമാരന്മാരെ അങ്ങ് ആയുധവിദ്യയിൽ മിടുക്കരാക്കണം. ദ്രോണർ അവരെ അനുഗ്രഹിച്ച ശേഷം, കുട്ടികളെ, ഒരേയൊരു കാര്യം നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്. പഠനം പൂർത്തിയായ ശേഷം ഞാൻ ആവശ്യപ്പെടുന്ന ഗുരുദക്ഷിണ തരാമെന്ന് നിങ്ങൾ എനിക്ക് വാക്കു തരണം. കുമാരന്മാരെല്ലാവരും നിശബ്ദരായി. ഞാനിതാ വാക്കു തരുന്നു. അർജുനനായിരുന്നു അത്. സമർത്ഥനായ ശിഷ്യനായിരുന്നു അർജുനൻ. വൈകാതെ അർജുനൻ ദ്രോണർക്ക് ഏറ്റവും പ്രിയങ്കരനായി. ഗുരുവിന് ഏറ്റവും ഇഷ്ടം അർജുനനെയാണ്. ഒരു ദിവസം രാത്രി അർജുനൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കാറ്റടിച്ച് വിളക്കണഞ്ഞു. അർജുനനാകട്ടെ ആ ഇരുട്ടിലും ആഹാരം കഴിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് അർജുനന് ഒരാശയം തോന്നി. ഇരുട്ടത്തിരുന്നും ആഹാരം കഴിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഇരുട്ടിലും അമ്പെയ്ത് ലക്ഷ്യത്തിൽ കൊള്ളിക്കാൻ ശ്രമിച്ചുകൂടാ? അന്നു തൊട്ട് എല്ലാ രാത്രികളിലും അർജുനൻ അമ്പെയ്ത്തു പരിശീലിക്കാൻ തുടങ്ങി. ഒരു ദിവസം രാത്രി അർജുനന്റെ ഞാണൊലി കേൾക്കാനിടയായ ദ്രോണർ അവിടെ എത്തി അവനെ കെട്ടിപ്പുണർന്നു. മിടുക്കൻ അർജുന,
ഞാൻ നിന്നെ വില്ലാളി വീരന്മാരിൽ അഗ്രഗണ്യനാക്കും. ദ്രോണർ തൻ്റെ വാക്കു പാലിച്ചു. വില്ലാളി വീരനായ അർജുനന്റെ കീർത്തി നാടെങ്ങും പരന്നപ്പോൾ ദ്രോണരുടെ ശിഷ്യത്വം സ്വീകരിക്കാൻ രാജാക്കന്മാരുടെയും രാജകുമാരന്മാരുടെയും തിരക്കായി. ഞാൻ നിഷാദ രാജകുമാരനായ ഏകലവ്യനാണ്. എന്നെ അങ്ങ് ശിഷ്യനായി സ്വീകരിക്കണേ. വെറുമൊരു കാട്ടാളനല്ലേ ഇവൻ? ഒരുപക്ഷെ എന്നെങ്കിലും ഇവൻ അർജുനനെ പോലും വെല്ലാൻ പോന്നവനായിക്കൂടെന്നില്ല. ക്ഷമിക്കണം, നിന്നെ എൻ്റെ ശിഷ്യനായി സ്വീകരിക്കാൻ നിവൃത്തിയില്ല. കുനിഞ്ഞ ശിരസും ഉള്ളിൽ നിറഞ്ഞ വിഷമവുമായി ഏകലവ്യൻ കാട്ടിലേക്കു തന്നെ തിരിച്ചു പോന്നു. കാട്ടിലെത്തിയ ഉടൻ ഏകലവ്യൻ കളിമണ്ണുകൊണ്ട് ദ്രോണരുടെ ഒരു പ്രതിമ ഉണ്ടാക്കി. എന്നിട്ട് അതിനെ തൻ്റെ ഗുരുവായി സങ്കല്പിച്ച് നിത്യവും ധനുർവിദ്യ പരിശീലിക്കാൻ തുടങ്ങി. ഒരു ദിവസം പാണ്ഡവരും കൗരവരും നായാട്ടിനായി കാട്ടിലെത്തി. അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വേട്ടനായ ഏകലവ്യനെ കണ്ടതും കുരയ്ക്കാൻ തുടങ്ങി. ബൗ! നായ വായടയ്ക്കും മുമ്പ് ഒന്നിനു പുറകെ ഒന്നായി ഏകലവ്യൻ എയ്തുവിട്ട 7 ശരങ്ങൾ അതിൻ്റെ വായിൽ തറച്ചു. നീ ആരാണ്? ആരാണ് നിന്റെ ഗുരു? ഞാൻ ഏകലവ്യൻ. ദ്രോണാചാര്യരാണ് എൻ്റെ ഗുരു. കൊട്ടാരത്തിൽ മടങ്ങിയെത്തിയ കുമാരന്മാർ നടന്നതെല്ലാം ദ്രോണരെ പറഞ്ഞു കേൾപ്പിച്ചു. മറ്റുള്ളവരെല്ലാം സ്ഥലം വിട്ടപ്പോൾ അർജുനൻ മാത്രം അവിടെ തന്നെ നിന്നു. എന്നേക്കാൾ സമർത്ഥനായ ശിഷ്യൻ അങ്ങേക്കില്ലെന്നല്ലേ പറഞ്ഞത്? എന്നിട്ടിപ്പോൾ? അർജുന, വരൂ. സമർത്ഥനായ ഈ വില്ലാളി ആരെന്ന് നമുക്കറിഞ്ഞു വരാം. ദ്രോണരെ കണ്ടതും ഏകലവ്യൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ സാഷ്ടാംഗം നമസ്കരിച്ചു. എഴുന്നേൽക്കൂ മകനെ. ഞാനാണു നിന്റെ ഗുരുവെങ്കിൽ നീ എനിക്ക് ഗുരുദക്ഷിണ തരേണ്ടതല്ലേ? മഹാത്മാവേ, ഞാൻ എന്താണ് അങ്ങേക്ക് തരിക? അങ്ങ് ആവശ്യപ്പെടുന്ന എന്തും തരാൻ ഞാൻ ഒരുക്കമാണ്. എങ്കിൽ നിന്റെ പെരുവിരൽ എനിക്ക് ഗുരുദക്ഷിണയായി നൽകൂ. യാതൊരു മടിയും കൂടാതെ പുഞ്ചിരിച്ചുകൊണ്ട് ഏകലവ്യൻ തൻ്റെ പെരുവിരൽ മുറിച്ച് ദ്രോണർക്കു നൽകി. അങ്ങനെ അർജുനന്റെ അജയ്യത ഉറപ്പായി. ദ്രോണരുടെ ശിക്ഷണത്തിൽ കുമാരന്മാരെല്ലാവരും സമർത്ഥരായ പോരാളികളായിത്തീർന്നു. ഗുരുദക്ഷിണ ആവശ്യപ്പെടാനുള്ള സമയമായി. ഒരു ദിവസം ദ്രോണർ അവരെ തൻ്റെ അടുക്കൽ വിളിച്ചു. ദ്രുപദനെ പിടിച്ചുകെട്ടി എൻ്റെ കാൽച്ചുവട്ടിലെത്തിക്കണം. എൻ്റെ പ്രിയ ശിഷ്യരോട് ഞാൻ ആവശ്യപ്പെടുന്ന ഗുരുദക്ഷിണ അതാണ്. ഞങ്ങൾ ആ കാര്യം ഏറ്റു. തങ്ങളെ ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റാനായി അവർ രഥങ്ങളിൽ പുറപ്പെട്ടു. ദ്രോണർ അവരെ അനുഗമിച്ചു. അവർ ദ്രുപദ രാജധാനിയോടടുത്തപ്പോൾ ആദ്യം കൗരവർ അവരുടെ സാമർത്ഥ്യം തെളിയിക്കട്ടെ. അതു കഴിഞ്ഞിട്ടാവാം നമ്മുടെ ശ്രമം. നേരത്തെ നിശ്ചയിച്ച പ്രകാരം പാണ്ഡവ സഹോദരന്മാർ അർജുനന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ നിന്നൽപ്പം അകലെയായി ഒരിടത്ത് കാത്തുനിന്നു. കണ്ണിൽപ്പെട്ട പാഞ്ചാലരെയെല്ലാം കൊന്നൊടുക്കി മുന്നേറിയ കൗരവപ്പട ഒടുവിൽ കൊട്ടാരം വളഞ്ഞു. ആ സമയം ആരവം കേട്ടു പുറത്തുവന്ന ദ്രുപദൻ കൗരവർക്കു നേരെ ശരവർഷം നടത്തി. ചെറുത്തുനിൽക്കാനാകാത്ത ആക്രമണത്തിൽ ആകെ പരിഭ്രാന്തരായി കൗരവർ പേടിച്ചോടി പാണ്ഡവരെ അഭയം പ്രാപിച്ചു. തങ്ങളുടെ ഊഴമെത്തിയെന്നു മനസ്സിലാക്കിയ പാണ്ഡവർ ദ്രോണരെ വന്ദിച്ച് രഥങ്ങളിൽ കയറി. വിജയിച്ചു വരൂ. ഭീമ, ഗദയുമേന്തി മുമ്പേ പോകൂ. നകുല, സഹദേവ, എൻ്റെ രഥചക്രങ്ങളുടെ സംരക്ഷണം നിങ്ങൾക്കാണ്. അതിനാൽ നിങ്ങൾ രഥത്തെ അനുഗമിക്കണം. ഗുരുപ്രീതി ലക്ഷ്യമാക്കി മുന്നേറിയ അർജുനൻ ദ്രുപദനു നേരെ പാഞ്ഞു ചെന്നു. അർജുനന്റെ ആക്രമണത്തിൽ ദ്രുപദന്റെ വില്ല് മുറിഞ്ഞുപോയി. അർജുനൻ ദ്രുപദനെ നിരായുധനാക്കി. രഥത്തിൽ നിന്നും ചാടിയിറങ്ങിയ അർജുനൻ ദ്രുപദന്റെ കയ്യിൽ പിടികൂടി ദ്രോണരുടെ മുന്നിലെത്തിച്ചു. ഇതാ അങ്ങേക്കുള്ള ഗുരുദക്ഷിണ. ഇത്രയും കാലം ഈ അവസരത്തിനായി കാത്തിരിക്കുകയായിരുന്നു ദ്രോണർ. താങ്കളുടെ രാജ്യത്തിൻ്റെ അവകാശി ഇനി ഞാനാണ്. നമ്മുടെ സൗഹൃദം പുതുക്കാൻ താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ മറക്കാനും പൊറുക്കാനും തയ്യാറാണ്. അതുകൊണ്ട് വീണ്ടും നമ്മൾ മിത്രങ്ങളായി തീരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനാൽ രാജ്യത്തിൻ്റെ പാതി ഞാൻ അങ്ങേക്കു തന്നെ വിട്ടുതരുന്നു.
പാതി എനിക്കുള്ളതായിരിക്കും. എന്നെ മിത്രമായി കരുതാൻ ഇനി മടി വേണ്ട. കാരണം ഞാനും ഇപ്പോൾ ഒരു രാജാവാണല്ലോ. അങ്ങയുടെ മഹാമനസ്കതയ്ക്ക് നന്ദി. അങ്ങെന്നോട് ക്ഷമിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ജീവിതാവസാനം വരെ അങ്ങയുടെ മിത്രമായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനകം ഞാനിതിനു പകരം ചോദിക്കും. ദ്രോണർ തൻ്റെ താമസം പുതുതായി നേടിയ രാജധാനിയിലേക്കു മാറ്റി. എങ്കിലും അദ്ദേഹം രാജകുമാരന്മാരുടെ ഗുരുവായി തുടർന്നു. വർഷങ്ങൾ കടന്നുപോയി. അടങ്ങാത്ത പ്രതികാരവുമായി ദ്രുപദൻ കാത്തിരുന്നു. അദ്ഭുത സിദ്ധികളുള്ള ഒരാൾക്കു മാത്രമേ ഇക്കാര്യത്തിൽ എന്നെ സഹായിക്കാനാവൂ. ദ്രുപദൻ തൻ്റെ പത്നിയെയും കൂട്ടി ഒരു മുനിയുടെ അടുക്കൽ ചെന്നു. ദ്രോണരെ വധിക്കാൻ പോന്ന ഒരു പുത്രനെ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം. ഒരു യാഗം നടത്തിയാൽ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലൊരു പുത്രൻ അങ്ങേക്കുണ്ടാകും. യാഗാഗ്നി ഒരുങ്ങി. തീനാളങ്ങൾക്കു നടുവിൽ നിന്നും ദേവതുല്യനായൊരു യുവാവ് ഇറങ്ങി വന്നു. ദ്രോണരുടെ അന്തകനായി പിറന്നതാണീ കുമാരൻ. അദ്ഭുതമെന്നു പറയട്ടെ, തുടർന്ന് ഒരു പുത്രിയെ കൂടി യാഗാഗ്നി സമ്മാനിച്ചു. ഈ പെൺകിടാവ് അസാധാരണയായൊരു സ്ത്രീയായി വളരുമെന്നു മാത്രമല്ല, കൗരവവംശത്തിൻ്റെ മുഴുവൻ നാശത്തിന് ഹേതുവായി തീരുകയും ചെയ്യും. ഈ ദ്രുപദപുത്രൻ ദൃഷ്ടദ്യുമ്നൻ എന്ന പേരിൽ അറിയപ്പെടും. പുത്രി കൃഷ്ണ എന്ന പേരിലും. പിൽക്കാലത്ത് കൃഷ്ണ ദ്രൗപദിയെന്നും പാഞ്ചാലിയെന്നും അറിയപ്പെട്ടു. ദ്രൗപദി പഞ്ചപാണ്ഡവരുടെ പത്നിയായി. പാണ്ഡവർക്ക് രാജ്യം നിഷേധിച്ച കൗരവർ ഒടുവിൽ അവരെ നാടുകടത്തുന്നതിലും വിജയിച്ചു. നീണ്ട 13 വർഷക്കാലത്തെ സാഹസികമായ അന്യദേശവാസത്തിനു ശേഷം പാണ്ഡവർ ഒടുവിൽ തങ്ങൾക്ക് അവകാശപ്പെട്ട രാജ്യം ചോദിച്ച് ഹസ്തിനപുരത്ത് മടങ്ങിയെത്തി. ദുര്യോധനനാകട്ടെ ഒരിഞ്ചു ഭൂമി പോലും അവർക്കു നൽകുകില്ലെന്ന പിടിവാശിയിൽ ഉറച്ചുനിന്നു. ഫലം യുദ്ധമായിരുന്നു. 18 ദിവസം നീണ്ടുനിന്ന ആ മഹായുദ്ധത്തിൽ ദ്രോണർ കൗരവപക്ഷത്തായിരുന്നു. ദ്രുപദനും ദൃഷ്ടദ്യുമ്നനും ദ്രൗപദിയുടെ ഭർത്താക്കന്മാരായ പാണ്ഡവരുടെ പക്ഷത്തും. യുദ്ധത്തിൻ്റെ ആദ്യത്തെ 10 നാളുകളിൽ കൗരവപ്പട നയിച്ചത് കുരുവംശത്തിൻ്റെ പിതാമഹനായ ഭീഷ്മരായിരുന്നു. യുദ്ധത്തിൻ്റെ 10ാമത്തെ ദിവസം അതുല്യനായ ആ പോരാളി അർജുനൻ്റെ അമ്പേറ്റു വീണു. ദ്രോണാചാര്യർ വേണം ഇനി പട നയിക്കാൻ. ദ്രോണർ ധീരമായി പോരാടി. അജയ്യനായ ആ പോരാളിക്കു മുമ്പിൽ പാണ്ഡവവീരന്മാർ പലവട്ടം തോറ്റോടി. പാണ്ഡവപക്ഷത്തെ പല വീരയോദ്ധാക്കളും ദ്രോണരുടെ ആക്രമണത്തിൽ മരിച്ചു വീണു. 4 ദിവസങ്ങൾ കൂടി ദ്രോണർ യുദ്ധം തുടർന്നു. യുദ്ധത്തിൻ്റെ 14ാമത്തെ ദിവസം ദ്രോണരോട് യുദ്ധം ചെയ്യാൻ ദ്രുപദനെത്തി. ഇരുവരും തമ്മിൽ ഒരു പൊരിഞ്ഞ യുദ്ധം തന്നെ നടന്നു. ഒടുവിൽ ദ്രോണർ ദ്രുപദനെ വധിച്ചു. പിതാവിൻ്റെ മരണം ദൃഷ്ടദ്യുമ്നനെ കൊടിയ ദുഃഖത്തിലാഴ്ത്തി. യുധിഷ്ഠിരൻ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു. ദൃഷ്ടദ്യുമ്ന, ധീരനായൊരു പോരാളിയല്ലേ നീ? നിന്റെ പിതാവിൻ്റെ മരണത്തിന് നമ്മൾ പകരം വീട്ടുക തന്നെ ചെയ്യും. പോരെങ്കിൽ നിന്റെ ജന്മോദ്ദേശ്യം തന്നെ ദ്രോണവധമാണ്. ശ്രീകൃഷ്ണൻ ഒരു തന്ത്രമൊരുക്കി. ദ്രോണരെ തോൽപ്പിക്കുക എളുപ്പമല്ല. തന്ത്രത്തിലൂടെ മാത്രമേ ദ്രോണരെ വീഴ്ത്താവൂ. അശ്വത്ഥാമാവ് മരിച്ചുപോയി എന്ന് അദ്ദേഹത്തോട് പറയണം. കള്ളം പറയാനോ? വയ്യ. അതോർത്തു ജ്യേഷ്ഠൻ വിഷമിക്കേണ്ട. പറയുന്നത് സത്യമാവുകയല്ലേ വേണ്ടൂ. അതു ഞാൻ ഏറ്റു. അശ്വത്ഥാമാവ് എന്നു പേരുള്ള ഒരാനയെ കൊല്ലും. ഹ. അടുത്ത ദിവസം ഭീമസേനൻ ഒരാനയെ അടിച്ചു കൊന്നു. ഘ്രാ എന്നിട്ട് ദ്രോണരുടെ അടുക്കൽ ചെന്നു. അശ്വത്ഥാമാവ് മരിച്ചു. ഇല്ല, ഇതു സത്യമാകാനിടയില്ല. യുധിഷ്ഠിരൻ ഒരിക്കലും കള്ളം പറയുകയില്ലെന്നറിയാമായിരുന്ന ദ്രോണർ അദ്ദേഹത്തെ സമീപിച്ചു. യുധിഷ്ഠിര, ഞാനീ കേട്ടതു സത്യമാണോ? അതെ, അശ്വത്ഥാമാവ് എന്ന ആന മരിച്ചുപോയി. ആ സമയം ശ്രീകൃഷ്ണൻ ശംഖനാദം മുഴക്കി.
അതിനാൽ ആന എന്ന വാക്ക് ദ്രോണർ കേട്ടില്ല. ദുഃഖപരവശനായ ദ്രോണർ തൻ്റെ ആയുധങ്ങളെല്ലാം താഴെ വെച്ച് ജീവൻ വെടിയാനുള്ള ഒരുക്കമായി. അശ്വത്ഥാമ, പ്രിയപ്പെട്ട മകനേ, നിന്നെ പോറ്റാൻ വേണ്ടിയാണ് ഞാൻ ആയുധമെടുത്തത്. നീയില്ലെങ്കിൽ പിന്നെ എനിക്കെന്തിനാണ് ഈ ആയുധങ്ങൾ? ഈ അവസരം കാത്തിരുന്ന ദൃഷ്ടദ്യുമ്നൻ തൻ്റെ വാളെടുത്ത് ഒറ്റവെട്ടിന് ദ്രോണരുടെ ശിരസ്സു ഛേദിച്ചു.